അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് നബിയോട് വന്ന് വേവലാതി പറഞ്ഞിട്ടുണ്ടാരെ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു فذهب يشكو ذلك الى النبي صلى الله عليه وسلم ആരോട് പരാതി പറഞ്ഞു? നബിയോട്. ارتكبت على الخطا غير حسر وعداد لك اشكو فيه يا سيدي خير النبي. ഈ ഒരു വരി ശിർക്കാണെന്ന് പറയുന്ന പച്ചസാധുക്കളോട് ഞാൻ പറയട്ടെ, ارتكبت على الخطا, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. غير حسر وعداد, യാതൊരു കയ്യും കണക്കുമില്ലാത്ത തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹ് ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. لك اشكو فيه يا سيدي خير النبي, അമ്പിയാക്കൾക്ക് ഖൈറായി വന്നവരെ നബിയേ, ആ വിഷയത്തിൽ ഞാൻ അങ്ങയോട് എന്റെ വേവലാതി ബോധിപ്പിക്കട്ടെ. لك اشكو, അങ്ങയോട് വേവലാതി പറയട്ടെ നബിയേ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഏതാണ് ഇവിടെ ശിർക്ക് വന്നത്? നബിയോട് പുറത്തു തരാൻ ചോദിച്ചതാണോ? ഹബീബിനോട് പറയുന്നത് പരാതി പറയലല്ലേ? لك اشكو, ഹദീസ് എന്താണ്? فذهب يشكو ذلك الى النبي, നബിയോട് പരാതി പറയാൻ പോയി ആര്? ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. സഹാബത്ത് ചെയ്തിട്ടില്ല, പിന്നെ എന്താ കുഴപ്പം? ഒറ്റടിക്ക് കേൾക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങനെ എന്നാ പിന്നെ ഒരു തന്നെ ചൊല്ലണ്ടെന്ന് പറയും. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കാൻ അവസരം അന്നൊരു പരിപാടി ഉണ്ടല്ലേ, 20-ാം തീയതി. അൽഹംദുലില്ലാഹ് പഠിക്കും. തൗഹീദൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് വലിയ ചർച്ചാ വിഷയം തൗഹീദ് ശിർക്ക്, തൗഹീദ് ശിർക്ക്. ഈ തൗഹീദ് എന്ന് പറഞ്ഞ സംഗതി അല്ലമ ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, what used to enlighten our hearts has become today the topic of നമ്മുടെ മനസ്സുകളിൽ കത്തിജ്വലിച്ചിരുന്ന ഒരു സാധനം തൗഹീദ്. നമ്മുടെ മനസ്സുകളിൽ പ്രകാശം തന്നിരുന്ന ഒരു സാധനം, ഖൽബിന് പ്രകാശം തന്നിരുന്ന തൗഹീദ് has become the subject of absolute philosophical debate. What used to enlighten our hearts has become the subject of absolute philosophical debate. ഇന്നതൊരു ഫിലോസഫിക്കൽ ഡിബേറ്റ് ആണ്, ഇന്നത് സംവാദമാണ്. സത്യത്തിൽ അത് ഖൽബിന്റെ ഉള്ളിൽ കിടക്കേണ്ട സംഗതിയാണ്. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോട് സ്നേഹമായി വരേണ്ട സംഗതി. വെറുതെ വാക്കുകളിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ ഇങ്ങനെ ഒരു അപകടം ഈ സമൂഹത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ ചെറുപ്പക്കാരെയും അല്ലാത്തവരും ഒക്കെ കാക്കുമാറാകട്ടെ. ഈ സംശയം ജനിപ്പിക്കുന്ന സംസാരങ്ങളും പ്രഭാഷണവും എല്ലാവരും കേൾക്കാൻ തിരിഞ്ഞ പ്രശ്നമാണ്. നമുക്ക് മനസ്സിലാവില്ല ഏതാ ശരി ഏതാ തെറ്റ്. അതാണ് വിഷയം. നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മതയും വിവരവും ബോധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ മനുഷ്യന്മാരുടെ ഇത് കേൾക്കുക, അല്ലാത്തവരുടെ ഇത് കേട്ടാൽ ഫസാദായി പോകും, നമ്മുടെ അഖീദ മോശമായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഓരോന്നും പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. നമ്മുടെ ആലിമീങ്ങൾ നമ്മളോട് നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാധ്യത തീർന്നു. പിന്നെ അവരും അല്ലാഹു തമ്മിലാണ് നമ്മുടെ വിഷയം തീർന്നു. സാധാരണക്കാരെ അതും പിടിച്ചിട്ട് ചർച്ച ചെയ്യരുത്. അനാവശ്യം അത് ശിർക്ക്, ഇത് കുഫർ. നിനക്ക് എന്തറിയും? എന്താണ് ഹദീസിന്റെ ദലാലത്തുകൾ എന്തൊക്കെയാണ്? ദലാലത്ത് ഖത്ഈ ഏതാണ്? ദലാലത്ത് ظنീ ഏതാണ്? അഹദായ ഹദീസിന്റെ വിധി എന്താണ്? മുതവാത്തിറിന്റെ വിധി എന്താണ്? ഇതൊന്നും എന്താണ് ഹസൻ, എന്താണ് ദഈഫ്, എന്താണ് മുൻഖതി, എന്താണ് മുർസൽ, എന്താണ് മർഫൂഅ്, ഏതാണ് മഖ്തൂആയ ഹദീസ്? ഇതൊന്നും നമുക്കറിയില്ല. ഹദീസ് എന്ന് പറയും. എന്ത് ഹദീസ്? ഓരോന്നിനെ സംബന്ധിച്ച് ഫുഖഹായിന് കാഴ്ചപ്പാടുകളുണ്ട്. ഓരോന്നിന്റെ വിധി എങ്ങനെയാണ് അത് അർത്ഥം കൊടുക്കേണ്ടത്? അതൊക്കെ ആലിമീങ്ങൾ പറഞ്ഞേക്കും. നമ്മൾ എന്ത് ചെയ്യരുത്? സാധാരണക്കാർ റൂട്ടൊന്ന് ചർച്ച ചെയ്യല്ലേ, ദീന് കൊണ്ട് കളിക്കല്ലേ. ഒരു എഞ്ചിനീയറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ ഡോക്ടറോട് പോയി ചോദിക്കാറില്ല. ഒരു ഡോക്ടറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ എഞ്ചിനീയറോട് ചോദിക്കാറില്ല, അല്ലേ? പിന്നെ ഇങ്ങനെ ദീൻ മാത്രം ഒന്നും പഠിക്കാത്തവർ ചർച്ച ചെയ്യാം. ഭയങ്കര ഗുരുതരമായ വിഷയമാണ്. ഗുരുതരമായ. ഈജിപ്തിൽ ഒരു ഇസ്ലാം അൽ ബഹൈരി എന്ന് പറഞ്ഞൊരു ചങ്ങാതി വന്നിട്ടുണ്ട്. ഈജിപ്തുകാരനാണ് ഇസ്ലാം അൽ ബഹൈരി. പേരൻ ഇസ്ലാം അൽ ബഹൈരി. മഹാന്മാരായ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളെ ചീത്ത പറയാൻ, അവരുടെ കയ്യും കാലും തലങ്ങും വലങ്ങും വെട്ടി ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് 100ഓളം എപ്പിസോഡുകൾ ഈജിപ്തിലെ ഒരു പ്രമുഖ ചാനലിൽ അദ്ദേഹം ചർച്ച നടത്തി. പിന്നെ ആലിമീങ്ങൾ സംഭവം കാണുന്നത് തിരിച്ച് വളരെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഓരോന്നിനും ജാമിഉൽ അസ്ഹറിലെ ആലിമീങ്ങൾ, ദക്തർ ഉസാമ അൽ അസ്ഹരിയെ പോലെയുള്ള ആളുകൾ, മഹാനായ ഷെയ്ഖ് അലി ജിഫ്രിയെ പോലെയുള്ള യമനിലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വലിയ ആലിം, ഇവരൊക്കെ ചെന്ന് ഫിഖ്ഹിന്റെ ഓരോ മസലകളും എടുത്ത് ഇയാൾക്ക് അക്കമിട്ട് മറുപടി പറയുന്നുണ്ട്. പക്ഷെ ആദ്യം കേൾക്കുന്ന ഒരു പ്രശ്നവും ഇയാളുടെ വർത്തമാനം കേട്ടാലേ മദ്ഹബുകളൊക്കെ തെറ്റാണെന്നും അതാണ് ഇതാണ് പച്ചയായ അബദ്ധം പറയാൻ പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ എന്താ പഠിച്ചത്? അയാള് ബാരിസ്റ്ററാണ്, ആരാണ്? അഡ്വക്കേറ്റാണ്.
ദീൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കുറെ പുസ്തകം വായിച്ചു. ആ പുസ്തകങ്ങൾ ആരെഴുതിയതാ? ഓറിയന്റലിസ്റ്റുകാരൻ എഴുതി വിട്ട പുസ്തകങ്ങളാണ്. അതങ്ങോട്ട് വായിച്ചിട്ട് അതുവരെ 100 എപ്പിസോഡ് തയ്ച്ചു. അപ്പോഴാണ് ഈജിപ്തിലാകെ പ്രശ്നമായത്. റബ്ബേ, ഇസ്ലാമിന്റെ അഖീദയായി വിളിച്ചിട്ടായി കളിക്കുന്നത്. നമ്മുടെ മഹാന്മാരായ ഫുഖഹായിനെയാണ് ചിന്ത പറയണത്. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളും മാലിക് തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അബൂ ഹനീഫ ബിൻ നുഅ്മാൻ തങ്ങളൊക്കെ ചെയ്തത് വലിയ മഹാസേവനം ഒന്നുമല്ല എന്ന് നിസ്സാരമായി കാണുന്ന ഒരു അങ്ങാടി ചെക്കൻ ആ മനുഷ്യന്റെ വർത്തമാനമൊക്കെ കേട്ട് മറുപടി കേട്ടിട്ടില്ലെങ്കിൽ തോന്നിപ്പോകുന്നത് ശരി തന്നെയാണോ എന്ന്. ആലിമിങ്ങളുടെ പേര് അബൂ സറഅനൊക്കെ പറഞ്ഞു. അബൂ സറഅത്ത് റഹ്ദി അബൂ സറഅല്ല, അബൂ സുറഅത്ത് റഹ്ദിയാണ്. അതുപോലെ വായിച്ച് ഇങ്ങനെ പറയാണ്. ഇങ്ങനെ വായിച്ചു പറഞ്ഞ് ദീൻ നശിപ്പിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് ആലിമീങ്ങളെ ശ്രദ്ധിച്ചോളി. മഹാന്മാരായ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദിനെ പോലെയുള്ള മഹാനായ ശംസുൽ ഉലമയെ കാണുകയും അറിയുകയും നേരിട്ട് പഠിക്കുകയും ഒക്കെ അവസരം ലഭിച്ച മഹത്തുക്കളായ ആലിമീങ്ങൾ ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ നാടാണിത്. അവരിന്ന് പഠിക്കുകയും ചെയ്യും. അല്ലാതെ പുസ്തകം വായിച്ചവരെന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യരുത്? ഈമാൻ നഷ്ടപ്പെടുത്തരുതേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കേൾക്കുമ്പോൾ ഭയങ്കര രസം തോന്നും ചില സിദ്ധാന്തങ്ങളൊക്കെ. ബുദ്ധിക്ക് യോജിക്കും, പക്ഷെ ഷറയിൽ യോജിക്കൂല. അതാ വിഷയം. ബുദ്ധിക്ക് യോജിക്കുന്നതല്ല ഷറഅ്. ബുദ്ധിക്ക് അനുസരിച്ചാണ് ഷറഅ് വരുമായിരുന്നതെങ്കിൽ ഹുഫമ തടവേണ്ടത് ഹുഫന്റെ അടിയിലാന്ന് പറയുന്ന, ഹുഫ തടവുന്ന ഹുഫന്റെ മേലെയാണ്. കാരണം അഖലിനനുസരിച്ചല്ല ഷറഅ് വരിക. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് നന്മ ചെയ്താൽ കിട്ടും നൽകുന്ന വലിയൊരു പ്രതിഫലം. യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് പരാതി പറയാൻ വേണ്ടി വരിക. എന്താ പരാതി എന്നറിയോ? നബിയെ, എന്റെ പൊന്നുമോനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ശത്രുക്കള്. എന്റെ പൊന്നുമോനെ തിരിച്ചു കിട്ടണം, എനിക്ക് പരിഹാരം കാണിച്ചു തരണം നബിയെ. യശ്കൂ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക, ഹബീബിനോട് പരാതി പറയാൻ വേണ്ടി വന്നു നബി നിങ്ങളുടെ മുമ്പിലേക്ക്. പിടിക്കപ്പെട്ടവരുണ്ടാവും, ജയിലിൽ കഴിയുന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. فأوصاه رسول الله صلى الله عليه وسلم നബി തങ്ങൾ വസിയത്ത് ചെയ്തു, അൻ യുക്സിറ ഹുവ വംറഅതുഹു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി പറഞ്ഞു, ഔഫേ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ധാരാളം ചൊല്ലിക്കോളൂ. ജയിലിൽ കിടക്കുന്ന മകനെ രക്ഷപ്പെടണമെന്നാണ് പറയുന്നത്. അതിന് നബി തങ്ങൾ കൊടുത്ത പരിഹാരം ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചൊല്ലിക്കോളൂ ഔഫേ, ചൊല്ലിക്കോളൂ, ഒരുപാട് ചൊല്ലിക്കോളൂ ഔഫേ. ഔഫ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭാര്യയും സ്വന്തം പൊന്നുമോൻ മദീനയിൽ മക്കക്കാരുടെ കൂടെ ബന്ദിയായി കിടക്കുന്ന മകനെ രക്ഷപ്പെട്ട് കിട്ടാൻ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ചൊല്ലിയപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, നിഅമ മാ അമറക ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ദിക്ർ എന്തോ ഒരു നല്ല ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വസിയത്ത് അവർ ചെയ്തു. അപ്പോഴാണ് ഒരു രാത്രി ശത്രുക്കൾ മയങ്ങിക്കിടക്കുമ്പോ ആ മകൻ രക്ഷപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കൊടുത്ത ദിക്റാണ്, ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ചൊല്ലി പെട്ടെന്ന് രാത്രി കാലിലെ ചങ്ങല എങ്ങനെ അഴിയുന്നുണ്ട്. മോൻ കാണാണത്. കാലിലെ ചങ്ങല അഴിയുന്നു. ചങ്ങല അഴിഞ്ഞ് ശത്രുക്കളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു കുഴപ്പം കാണുന്നത് ചങ്ങല അഴിയാണ് രാത്രിയിൽ. എന്റെ വിഷയം എന്നറിയോ? ഉമ്മ വീടിന്റെ ഉള്ളിൽ കിടന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏതൊരു കഴിവും ഏതൊരു സിദ്ധിയുമെല്ലാം അല്ലാഹു നൽകുന്ന കഴിവാണ്, അല്ലാഹു നൽകുന്ന ഹൗലാണ്, അല്ലാഹു നൽകുന്ന ഖുവത്താണ്. ഇത് ഉമ്മ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മോന്റെ കാലിൽ കിടക്കുന്ന ചങ്ങല താനെ അഴിയുകയാണ്. അഴിഞ്ഞു എന്ന് മാത്രമല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ 400ഓളം വരുന്ന ആട്ടിൻപറ്റമുണ്ട്. ആ 400 ആട്ടിൻപറ്റങ്ങൾ ശത്രുക്കളുടേതാണ്. മഹാനായ ഔഫ് ഇബ്നു മാലിക് അവരുടെ ബന്ദിയായി പിടിക്കപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ടവർക്ക് കൊണ്ടുപോകാൻ അല്ലാഹു മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്ത പോലെ ഒരു ആടിൻപറ്റത്തിന്റെ മുമ്പിലൂടെ അങ്ങനെ നടന്നപ്പോഴേക്കും 400 ആടുകളും അവരുടെ പിന്നാലെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ 400 ആടുകൾ രാത്രി ഉമ്മയുടെ വാതിൽക്ക് ചെന്ന് മുട്ടി നോക്കുമ്പോ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഹാബിയും അവരുടെ ഭാര്യയും വാതിൽ തുറന്നു കൊടുത്തത് സ്വന്തം പൊന്നുമോന് വേണ്ടിയാണ്. ചോദിച്ചു, മോനെ എങ്ങനെയാ രക്ഷപ്പെട്ടത്? ഉമ്മ, എന്താണെന്നറിയില്ല, എന്റെ കാലിലെ ചങ്ങല താനെ അഴിയുന്നത് ഞാൻ കണ്ടു. ഞാൻ വരുന്നത് എന്റെ കൂടെ 400 ആടുകളും വന്നിട്ടുണ്ട്. 400 ആടുകൾ. അല്ലാഹു നൽകുന്ന ഗനീമത്തായിരുന്നു അത്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, വഫീഹി
നസല ഖൗലുല്ലാഹ്, അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കുന്ന സൂറത്തുൽ തലാഖിൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവർക്ക് അല്ലാഹു തആല പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നൽകും. വമൻ യത്തഖില്ലാഹ്, ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് യജ്അൽ ലഹു മഖ്റജാ, അവരുടെ കടബാധ്യത വീടാനുള്ള വഴി അല്ലാഹു എത്തിച്ചു കൊടുക്കും. അവരുടെ മക്കളെ കെട്ടിക്കാനുണ്ട്, അല്ലാഹു വഴി കാണിച്ചു കൊടുക്കും. അവർക്കും ഒരു വീട് വേണ്ടേ, അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ജോലി വേണ്ടേ, അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പണി അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുവിൻ, ഹറാമിന്റെ പൈസ എടുക്കാതിരിക്കുവിൻ, പലിശ ഏർപ്പാടുകൾ നിർത്തിവെക്കുവിൻ. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വരുമാനങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിഹാരം റബ്ബ് തരാൻ പോകുന്നുണ്ട്. ഇത് വിശുദ്ധ ഖുർആനിന്റെ അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തില്ലല്ലേ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.